ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുന്നത്. കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോ എടുത്തത് കഴിഞ്ഞ ജൂണിൽ അങ്ങോട്ടാന്ന് തോന്നുന്നുണ്ട്. അത് നമ്മളൊരു ചലഞ്ച് വീഡിയോ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ വീഡിയോ എടുക്കുന്നത് ഇപ്പോഴാണ്, അതായത് ലോങ് വീഡിയോ എടുക്കുന്നത്. നമ്മൾ വിചാരിച്ചു ഇന്ന് ഷോപ്പിങ്ങിന് പോവാണ്. അപ്പോൾ ഓണം ഷോപ്പിങ്ങിന് പോവാണ്. അപ്പോൾ അതൊരു വ്ളോഗായിട്ട് എടുക്കാമെന്ന്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണ്, ഓണം ഷോപ്പിംഗ് വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓണം ഷോപ്പിംഗ് വ്ളോഗാണ്. അപ്പോൾ ഞാനും ചേച്ചിയും അതുപോലെ അമ്മയും കൂടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടിയിട്ടാണ് പോകുന്നത്. അച്ഛൻ വന്നിട്ടില്ല. അച്ഛൻ പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് പോയിട്ട് തോന്നുന്നു, കാരണം തുണി എടുക്കാൻ പോകുമ്പോൾ കുറച്ച് ടൈം എടുക്കുമല്ലോ. അപ്പോൾ ഇപ്പം ഏകദേശം ടൈം ഒരു 2:30 ആയിട്ടുണ്ട്. അപ്പോൾ 2:30 പോയി ഒരു 6:30 ആകുമ്പോഴേക്കും നമ്മൾ തിരിച്ചെത്തുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളപ്പോൾ കല്യാണിലേക്ക് അല്ലെങ്കിൽ സ്റ്റുഡിയോയിലേക്ക് പോകാനാണ് പ്ലാൻ. രണ്ടും തൊട്ട് ഫ്രണ്ടിലാണ്, കല്യാണിൻ്റെ ഫ്രണ്ടിലാണ് സ്റ്റുഡിയോ. അപ്പോൾ നമുക്ക് ഒരെണ്ണത്തിൽ കിട്ടിയില്ലെങ്കിൽ മറ്റേ നോക്കാം. പിന്നെ എത്നിക് വെയർ എടുക്കാനല്ല നമ്മൾ പോകുന്നത്. ഓണാന്ന് വിചാരിച്ച് എത്നിക് അല്ല എടുക്കുന്നത്. നമ്മൾ സാധാ നോർമലായിട്ട് ഉപയോഗിക്കുന്ന ഡ്രസ്സ് തന്നെ എടുക്കുന്നത്. അമ്മ ആണെങ്കിൽ സാരി ആയിരിക്കില്ലേ. അപ്പോൾ നമുക്ക് ബാക്കി അവിടെ പോയിട്ട് നോക്കാം. നമ്മുടെ സ്റ്റുഡിയോ വരുന്നത് നേരെ ഫ്രണ്ടിലാണ്, കല്യാൺ സൈഡിലാണ്. അപ്പോൾ ആദ്യം നമുക്ക് കല്യാണിലേക്ക് പോയി നോക്കാം. എന്നിട്ട് അവിടെ നിന്ന് നല്ല ഡ്രസ്സ് കിട്ടുകയാണെങ്കിൽ നമുക്ക് അവിടെ തന്നെ എടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ അമ്മയ്ക്ക് സാരി എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അമ്മ ഓൾറെഡി ഒരു സാരി അമ്മ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണിച്ചു കൊടുത്തപ്പോൾ അവർ അതേപോലത്തെ മോഡൽ സാരികൾ എടുത്തു. ഓണം ആയതുകൊണ്ട് തന്നെ അവിടെ പുതിയ കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ നല്ല കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ പോയപ്പോൾ. പിന്നെ ഞങ്ങളെപ്പോഴും കല്യാണിലേക്ക് തന്നെയാണ് പോകാറ് ഡ്രസ്സ് എടുക്കാൻ. കാരണം നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സ് തന്നെയാണ് അവിടുത്തെ എപ്പോഴും. ഈ ഫോട്ടോയിൽ കാണുന്ന പോലത്തെ സാരിയാണ് അമ്മ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അതേപോലെ തന്നെ നീല കളറുള്ള സാരികൾ കിട്ടി. അമ്മ പോയി ഒരു നീല കളറ്, ഈ വീഡിയോയിൽ കാണുന്ന നീല കളർ സാരിയും അതുപോലെ തന്നെ അതിൻ്റെ അടിയിലിരിക്കുന്ന ഒരു ബ്ലാക്ക് കളർ സാരിയുമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കപ്പോൾ എൻ്റെയും ചേച്ചിയുടെയും ഔട്ട്ഫിറ്റ് എടുക്കാൻ പോകാം. എത്നിക് വെയർ അല്ല ഞങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എടുക്കാൻ. ജസ്റ്റ് കാഷ്വൽ ആയിട്ടുള്ള എന്തെങ്കിലും വെസ്റ്റേൺ ഔട്ട്ഫിറ്റാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ ജസ്റ്റ് അവിടുത്തെ കളക്ഷൻസൊക്കെ ഒന്ന് വീഡിയോ എടുത്തതാണ്. എത്നിക് മോഡൽ കളക്ഷൻസ് നല്ലോണം ഉണ്ട് അവിടെ. മോഡേണിനേക്കാൾ കൂടുതൽ എത്നിക്കാണുള്ളത്. എവിടെ ഡ്രസ്സ് എടുക്കാൻ പോയാലും ലാസ്റ്റ് എത്തുക ബ്ലാക്കിലേക്കാണ്. അപ്പോൾ ഈ ഷർട്ട് ആക്ച്വലി നല്ല ഒരു ഷർട്ടാണ്. പക്ഷേ ഓൾറെഡി എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ബ്ലാക്കിൻ്റെ കുറേ ഉണ്ട്. അതുകൊണ്ട് തന്നെ അമ്മ പറഞ്ഞു ബ്ലാക്ക് എടുക്കണ്ടെന്ന്. അപ്പോൾ ഞങ്ങൾ അതല്ലാണ്ട് വേറെ കുറച്ച് ടോപ്പുകളും അതുപോലെ പാൻറ്റൊക്കെയാണ് നോക്കിയത്. ആദ്യം ഞങ്ങൾ ഈ ഒരു പച്ച കളർ ഷർട്ടാണ് ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ ഇത് അമ്മയ്ക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഈ ഒരു ബ്രൗൺ കളർ ടീഷർട്ടാണ് ട്രൈ ചെയ്ത് നോക്കിയത്. ഇത് നല്ല, ഇതിൻ്റെ മെറ്റീരിയലൊക്കെ നല്ല ഒരു മെറ്റീരിയലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ചേച്ചി അതിൻ്റെ അതേപോലെ തന്നെ കളർ ചേഞ്ചാണ്, പക്ഷേ ഇതിൻ്റെ മെറ്റീരിയലൊക്കെ ഏകദേശം സെയിം ആണ്. ഇതാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഈ ഒരു മഞ്ഞയാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഫസ്റ്റ് ട്രൈ ചെയ്ത പച്ചയും അതുപോലെ നേരത്തെ ഇട്ടിട്ടുള്ള ടീഷർട്ടാണ് എടുത്തത് ഞങ്ങൾ. അപ്പോൾ ഗായ്സ്, അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ ടൈം 4:30 ആയിട്ടുള്ളൂ. നമ്മൾ 2:30 കയറി 2 മണിക്കൂറിനുള്ളിൽ നമ്മളെല്ലാം കഴിഞ്ഞെടുത്തു. ഇതാണ് നമ്മുടെ ബില്ല്. പിന്നെ അവിടെ ഒരു ഡിസ്കൗണ്ട് ഓപ്ഷൻ ഉണ്ട്. അതായത് 3000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്താൽ 300 രൂപയ്ക്ക് നമുക്ക് വേറെ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാം. അതായത് ഇത് കിട്ടും, കൂപ്പൺ. അപ്പോൾ എനിക്കും അമ്മയ്ക്കും ചേച്ചിക്കുള്ളത് മാത്രമല്ല നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അച്ചാച്ചനും അമ്മാമ്മയ്ക്കുള്ളതും അങ്ങനെ നമ്മൾ ഉള്ള ഡ്രസ്സും കൂടി പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഇത്ര ബില്ല് വന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഓണത്തിന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്ല, ഓണത്തിനല്ല, നമ്മൾ കാഷ്വലായിട്ടുള്ള കുറച്ച് ഇത് പർച്ചേസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും